ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി ജയശങ്കറെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ വാർത്താ ചാനലിന്റെ വീഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങുന്നത്. അമിത് മാളവിയൊക്കെ ഷെയർ ചെയ്തിരിക്കുന്ന ആ വിഷയം ഇതെല്ലാം മാറ്റുന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും കൃത്യമായ രീതിയിൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. മെയ് 11 നടത്തിയ ബ്രീഫിംഗിൽ DGMOയെ പറയുന്നു ഏതെങ്കിലും ഒരു നാശനഷ്ടങ്ങൾ ഏത് തരത്തിലാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലാത്തത് എന്ന് പറയുന്നു. അപ്പോഴും ജെറ്റ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ലക്ഷ്യം BJPയോ ഭരണപക്ഷമോ കേന്ദ്ര സർക്കാർ ആകും. പക്ഷേ ഡീമോറലൈസ് ചെയ്യുന്നത് സായുധ സേനയാണ്, ഇന്ത്യയുടെ സേനയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ ഡീമോറലൈസ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അതിനുത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസിന് ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാലത്തും അപർണ കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. എല്ലാ കാലത്തും BJP എന്നൊക്കെ കേന്ദ്രം ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ എതിർ ശബ്ദങ്ങൾക്ക് നേരെ അവർ എടുത്തു വീശുന്നത് ദേശീയതയുടെ വാളാണ്, അല്ലെങ്കിൽ ദേശബോധത്തിന്റെ വാളാണ്. അത് എടുത്തു വീശുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് രണ്ടു വശത്തും മുറിവേൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ തൽക്കാലം നിർവാഹമില്ല. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് കോൺഗ്രസിന്റെ ചില ചോദ്യങ്ങൾ, കോൺഗ്രസ് ഹാൻഡിലുകളിൽ വരുന്ന ചില പ്രശസ്തമായ ചോദ്യങ്ങൾ പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നു എന്നാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു കൃഷ്ണദാസ്? നിങ്ങൾ പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ വന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന ചോദ്യമാണ്. എന്താണ് ചോദ്യം? ആ ചോദ്യം, ആരാണ് ഒരു സെക്ടറിന്റെ ചുമതല ഉണ്ടായിരുന്ന രാഷ്ട്രീയ റൈഫിളിന് അധികമായി 2 സെക്ടറുകളുടെ ചുമതല കൊടുത്തത്? പ്രശസ്തമായ ചോദ്യമല്ലേ? പഹൽഗാം പോലെ ഒരു ടൂറിസ്റ്റ് സെൻട്രഡ് പ്ലേസിൽ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായിട്ട് തിരിച്ചൊരു വെടിവെക്കാൻ പോലും ഒരു സൈനികൻ ഉണ്ടാവാതിരുന്നത് എങ്ങനെയാണ്? എന്താ അത് ചോദിക്കണ്ടേ? ഈ തീവ്രവാദികൾ നിലവിൽ രാജ്യം വിട്ടുപോയിട്ടുണ്ടോ? അവരാരൊക്കെയാണ്? അവർ നിലവിൽ രാജ്യത്ത് അകത്തുണ്ടോ പുറത്തു പോയിട്ടുണ്ടോ? ആയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് വിവരമുണ്ടോ? ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ട് ചോദിച്ചത്. ഈ ചോദ്യത്തിൽ എന്താ പ്രശ്നം? അത് ചിലപ്പോൾ പാകിസ്ഥാൻ റീട്വീറ്റ് ചെയ്യും, ചൈന റീട്വീറ്റ് ചെയ്യും, അമേരിക്ക റീട്വീറ്റ് ചെയ്യും. അമേരിക്ക ചിലപ്പോൾ ചെയ്യില്ല, കാര്യം ട്രംപ് നിങ്ങളുടെ ആളാണ്. അങ്ങനെ പലരും റീട്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിച്ച മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ശ്രീ കൃഷ്ണദാസ്. അത് ആരുടെയാ? വിജയ് ഷാ. ആരാ വിജയ് ഷാ? വിജയ് ഷാ മധ്യപ്രദേശിലെ നിങ്ങളുടെ മന്ത്രിയാണ്. എന്താ വിജയ് ഷാ പറഞ്ഞത്? നിങ്ങൾ അഭിമാനത്തോടു കൂടി അവതരിപ്പിച്ച, നിങ്ങൾ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ, നമ്മൾ അടങ്ങുന്ന ഇന്ത്യക്കാർ അഭിമാനത്തോടു കൂടി ഏറ്റെടുത്ത തോഫിയ ഖുറേഷിയെ പറ്റി വായിൽ കൊള്ളത്തില്ലാത്ത അസഭ്യം പുലഭ്യം വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷായ. ആ വിജയ് ഷാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അവർക്ക് വേണ്ടി പണമൊരുതിയവരെ പോലും അവർ മതത്തിന്റെ പേരിൽ ചാപ്പ കുത്തുന്നു എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവരാണ്. അതിനെപ്പറ്റി എന്താ ഉത്തരം പറയാത്തത്? ഇപ്പോ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, കോൺഗ്രസ് തന്നെ കടിഞ്ഞാനിട്ടു. എപ്പോഴാ കടിഞ്ഞാനിട്ടത്? കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നു തൽക്കാലം സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുക, യാതൊരുവിധ രാഷ്ട്രീയ ചോദ്യങ്ങളും ഉന്നയിക്കേണ്ടതില്ല എന്ന് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നു. എങ്കിൽ പോലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസക്തമായ ഇന്ത്യൻ ജനത ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ഇവരുടെ ദേശബോധത്തിന്റെ വാൾ കണ്ട് ഭയപ്പെടാത്ത എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് തീരുമാനിക്കും നിലവിൽ അതുപോലും ചോദിക്കേണ്ടതില്ല, സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കണം. ആയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നേരിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. കോൺഗ്രസ് സ്പോക്ക് പേഴ്സൺസിന്, കോൺഗ്രസ് വർക്കേഴ്സിന് നേരിട്ടൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നു. പക്ഷെ വിജയ് ഷാ എന്ന് പറയുന്നത് നിങ്ങളുടെ മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി പറഞ്ഞ പുലഭ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മധ്യപ്രദേശ് BJP ഘടകമെങ്കിലും ഒരു ആക്ഷൻ, ഒരു നടപടി ആ വിജയ് ഷായ്ക്കെതിരെ സ്വീകരിച്ചോ? നിങ്ങളുടെ BJP കേന്ദ്ര നേതൃത്വമെങ്കിലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് വിജയ് ഷായുടെ സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ല. കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതിൽ വല്ലാതെ പൊള്ളുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ഇനി പ്രിയപ്പെട്ട BJP പ്രതിനിധിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്ന്, അപർണ മുംബൈ ഭീകരാക്രമണം ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ചപ്പോ ശ്രീ കൃഷ്ണദാസ് എന്താ പറഞ്ഞത്? അത് അവിടെയും ഇവിടെയൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ഇലക്ഷൻ റാലിയിൽ സംസാരിച്ചതാണ് എന്നാണ്. ന്യൂസ് 18 നാഷണലിന്റെ തന്നെ 16 വർഷം മുമ്പുള്ള 2018 ഫൂട്ടേജ് ആണ്. ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവും. ഒബ്രോയ് ഹോട്ടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നവംബർ മാസം 26 അറ്റാക്ക് നടക്കുന്നു. നവംബർ മാസം 28 നരേന്ദ്രമോദി നേരിട്ട്
അതായത് 26-ാം തീയതി അറ്റാക്ക് നടക്കുന്നു. നമ്മുടെ കമാൻഡോസ് 28-ഉം 29-ഉം ദിവസങ്ങളിൽ അവിടെ തിരിച്ചു പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒബ്രായ് ഹോട്ടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ കാണുകയാണ് നരേന്ദ്രമോദി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നട്ടലില്ലാത്തൊരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്, രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത് കേട്ടോ. നവംബർ മാസം 30-ാം തീയതി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗുജറാത്തിലെ പാവപ്പെട്ടവരുടെ ഖജനാവ് പണം എടുത്തുകൊണ്ട് 30-ാം തീയതി രാവിലെ ഗുജറാത്തിൽ പുറത്തിറങ്ങിയ എല്ലാ പത്രങ്ങളിലും, നാഷണൽ പത്രങ്ങളിൽ എല്ലായിടത്തും തന്നെ ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഫുൾ കോളം പരസ്യം വന്നു. എന്തായിരുന്നു അത്? ഇത് സുരക്ഷാ വീഴ്ചയാണ്. ആ സുരക്ഷാ വീഴ്ച UPA ഗവൺമെന്റിന്റെ പാഴ്പണിയാണ്, UPA ഗവൺമെന്റിന്റെ കൊള്ളരുതായികയാണ്, പോരായ്മയാണ്. അതുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞ് രാജ്യത്ത് മുഴുവൻ പത്രങ്ങളിൽ ഖജനാവ് പണമെടുത്ത് പരസ്യം ചെയ്ത ആളുടെ പേരാണ് നരേന്ദ്രമോദി എന്ന്. ഇനി ഞങ്ങൾ ഭരിച്ചപ്പോൾ എന്തായിരുന്നു വ്യത്യാസം? നിങ്ങൾ ഭരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ദേശദ്രോഹിയാണ്, ചോദിക്കാൻ പാടില്ല. ഇപ്പൊ അമിത്ഷായ്ക്കും ഈ പറയുന്ന ജയശങ്കറിനും ഒപ്പം നിൽക്കണം. ഞങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു. നവംബർ മാസം 30-ാം തീയതി, അതായത് നവംബർ 26-ന് അറ്റാക്ക് ഉണ്ടാകുന്നു. 28-ഉം 29-ഉം ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചടിക്കുന്നു. നവംബർ മാസം 30-ാം തീയതി ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി രാജിവെക്കുന്നു, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്. ഏത്? നവംബർ മാസം 30-ാം തീയതി അറ്റാക്ക് ഉണ്ടാക്കി 4-ാമത്തെ ദിവസം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ ആർജവം കാണിച്ച കോൺഗ്രസ് മന്ത്രിമാരുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് നവംബർ മാസം 26-ാം തീയതി അറ്റാക്ക് നടക്കുമ്പോൾ 3 ദിവസങ്ങളുടെ അപ്പുറത്ത് ഒബ്രായ് ഹോട്ടലിന്റെ മുമ്പിൽ പോയി രാഷ്ട്രീയ മുതലെടുത്ത് നടത്താൻ ശ്രമിച്ച നരേന്ദ്രമോദിയുടെ കൂട്ടർ ഇന്ന് പറയുന്നത് ഇപ്പൊ കമാൻഡർ അക്ഷരം വേണ്ടിയേക്കുന്നത് അത് രാജ്യസ്നേഹത്തെ ബാധിക്കും, രാജ്യദ്രോഹമായി മാറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആ ഉമ്മാക്കി, നിങ്ങളുടെ ആ ഭീഷണി അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുമ്പും ഇതുപോലെ പുറപ്പെടുവിച്ചിരുന്നു. അവരുടെ കണ്ടതാണല്ലോ അല്ലെ? സൂറത്ത് കോടതി പുറപ്പെടുവിച്ചതിന്റെ പിറ്റേ മാസം സൂറത്ത് കോടതിയിലെ ജഡ്ജിയെ ഉദ്ദിഷ്ടകാലത്തിന് ഉപകാരസ്മരണ എന്നോളം ജില്ലാ ജഡ്ജിയായി പ്രൊമോട്ട് ചെയ്തു ഈ സർക്കാർ. ഏത് സർക്കാർ? അവിടം ഭരിക്കുന്ന BJP സർക്കാർ. ഏത് സർക്കാർ? കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. ഇനി ഇതാ ഈ കോടതിയിലെ ജഡ്ജിക്ക് കൂടി എത്ര പെട്ടെന്നായിരിക്കും പ്രൊമോഷൻ വരുന്നത് എന്നത് നമ്മൾ കാത്തിരുന്നാൽ മതി. അതുകൊണ്ട് രാജാവിന് എതിർവാക്കില്ലാത്തൊരു രാജ്യത്ത്, രാജ്യദ്രോഹമാകുന്ന ഒരു രാജ്യത്ത്, രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രത്തിനെതിരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്ത് സത്യം തുറന്നു അതിന്റെ ഒറ്റ ഒരു വസന്ത്, ഞാൻ അടുത്ത ആൾ കടക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിച്ചോട്ടെ. ഈ പൂഞ്ചിൽ അദ്ദേഹം ചെല്ലുന്നു, പൂഞ്ച് ട്രാജഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് ടെറർ അറ്റാക്കിനെ ട്രാജഡിയാക്കി ചെറുതാക്കി കളഞ്ഞു രാഹുൽ ഗാന്ധി എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഒപ്പം നേരത്തെ P. കൃഷ്ണദാസ് പറഞ്ഞല്ലേ, പാകിസ്ഥാനിലുള്ളവർ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടിരുന്നൊരു സാഹചര്യം മാറ്റാൻ പാകിസ്ഥാന് കഴിഞ്ഞത് ഇവിടെയുള്ളവരുടെ ഈ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറയുന്നതിലില്ലേ സാങ്കത്യം? അല്ല അപർണ, അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ മാത്രം ട്വീറ്റുകളല്ല പാകിസ്ഥാൻ ഹാൻഡിലുകൾ ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെയാണ്. അത് അവർ തിരുത്തട്ടെ, അപ്പൊ നമുക്ക് തിരുത്താം. അങ്ങ് ചോദിച്ചതുപോലെ ട്രാജഡി എന്ന് പറയുമ്പോൾ അത് അവരുടെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ സമ്മതിച്ചില്ലല്ലോ നമ്മുടെ ഫ്രം ദ ബിഗിനിങ് എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനല്ല, ഇങ്ങനെ വായിക്കണമെന്ന് ഇവർ പറഞ്ഞല്ലോ. അപ്പൊ ഇതും അങ്ങനെ വായിച്ചാൽ മതി എന്നുള്ളതാണ് ആ കാര്യത്തിലെ നിലപാട്. ഓക്കെ, ഞാൻ തിരികെത്താം. ശ്രീ ബിജു നായർ, ഒരു നേതാവല്ല രവിശങ്കർ പ്രസാദ് ഒക്കെ ഇന്റലിജൻസ് ഒക്കെ പരാജയപ്പെട്ടു എന്നാണ് അന്നൊക്കെ പറഞ്ഞത്, ഈ മുംബൈ ഭീകരാക്രമണ സമയത്തൊക്കെ. ഇതൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ജനാധിപത്യം നൽകുന്നത്. അതാണ് ഇന്ത്യ. പാകിസ്ഥാനും ഇന്ത്യയും 2 തരത്തിൽ നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി സംഘങ്ങളൊക്കെ പുറത്തു പോയിരിക്കുന്നത് 2 തരത്തിലാണ് നമ്മളിത് കാണുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.